വയൽനാട്. വയനാടിൻ്റെ കാർഷിക സ്പന്ദനങ്ങൾ. നമസ്കാരം. വയൽനാടിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പച്ചപുതച്ച നെൽവയലുകളുടെ നാടായ വയനാട്ടിൽ കൃഷി ഉപജീവനമാർഗത്തിനപ്പുറം ഒരു സംസ്കാരവും ജീവവായുവുമാണ്. എന്നാൽ അധ്വാനഭാരവും പ്രതിസന്ധികളും നിറഞ്ഞ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ ഇന്നും പലരും മടിക്കാറുണ്ട്, പ്രത്യേകിച്ചും വനിതകൾ. അവിടെയാണ് ആറാട്ടുതറ സ്വദേശിനിയായ പ്രവീണ കള്ളറപ്പായി വ്യത്യസ്തയാകുന്നത്. അച്ഛൻ വെട്ടിത്തെളിച്ച കാർഷിക പാത പിന്തുടർന്ന് നെൽകൃഷിയിലേക്ക് ഇറങ്ങിത്തിരിച്ച പ്രവീണ കഴിഞ്ഞ 9 വർഷത്തോളമായി 10 ഏക്കറോളം വരുന്ന പാടശേഖരത്ത് പൊന്നു വിളയിക്കുകയാണ്. വനിതകൾ വളരെ അപൂർവമായി മാത്രം കടന്നുവരുന്ന ഈ രംഗത്ത് തന്റെ കഠിനാധ്വാനം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും തനതായ ഒരിടം നേടിയെടുക്കാൻ പ്രവീണയ്ക്ക് സാധിച്ചു. മണ്ണറിഞ്ഞ് വിത്തറിഞ്ഞ് കൃഷിയെ സ്നേഹിക്കുന്ന പ്രവീണ കള്ളറപ്പായുടെ കാർഷികാനുഭവങ്ങളിലേക്കും ചിന്തകളിലേക്കും നമുക്കും കടന്നു ചെല്ലാം. നമസ്കാരം. റേഡിയോ മാറ്റിലിയിലേക്ക് സ്വാഗതം. ഒന്ന് പരിചയപ്പെടുത്താമോ? പേര്, സ്ഥലം? ഞാൻ പ്രവീണ. താമസിക്കുന്നത് വടേരി ശിവക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആറാട്ടുതറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കല്ലറപ്പായി എന്നാണ് തറവാട്ട് പേര്. പിന്നെ കൃഷിയാണ് മെയിനായിട്ട്. കൃഷിയിൽ തന്നെ നെൽകൃഷിയാണെന്ന് തോന്നുന്നു അല്ലെ പ്രധാനമായും ചെയ്യുന്നത്? ജൈവ കൃഷിയാണ്. ഇതിപ്പം 9 വർഷത്തോളം കൊണ്ടു നടക്കും. എന്താണ് നെൽകൃഷിയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയാമോ? അങ്ങനെ പാരമ്പര്യമായിട്ട് അച്ഛനും അച്ഛൻ്റെ ഞങ്ങളെ തറവാട്ടിലെല്ലാവരും കൃഷിക്കാർ തന്നെയാണ്. പക്ഷേ ചെറുതിലൊന്നും അതിൽ വലിയ താല്പര്യം എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. എന്നിരുന്നാലും എല്ലാവരും പുറമേ ജോലിക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. വീട്ടിൽ എല്ലാവർക്കും അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നന്നായിട്ട് പഠനമൊക്കെ നല്ല രീതിയിൽ നടത്തി. പിന്നെ ജോലിക്ക് പുറത്തു പോകണം എന്നുള്ള രീതിയിലാക്കി. ഞാൻ പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അച്ഛന് വയ്യാണ്ടായത്. അച്ഛന് വയ്യാണ്ടായപ്പം അച്ഛൻ ഈ എല്ലാ പണികളും പെൻഡിങ് ആയി, തോട്ടത്തിലുള്ളതും പാടത്തുള്ളതും എല്ലാം. അപ്പം ഒരു ദിവസം ഒരു പെട്ടെന്നുള്ളൊരു തോന്നലാണ് അത്. എന്തുകൊണ്ട് അച്ഛനെ എന്തായാലും വയ്യായികയായപ്പം വീട്ടിൽ ആവണമെന്നായി രാജി വെച്ച് ആ പണിയൊക്കെ നിർത്തി. അപ്പം എന്തായാലും അത് തുടർന്നു കൊണ്ടേക്കൂടെ എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ അച്ഛനും പറഞ്ഞു, നിനക്ക് എന്താ ചെയ്തുകൂടെ, പണിക്കാരെ കൊണ്ട് ചെയ്യിച്ചുകൂടെ എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ അത് എവിടെയോ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ വിജയകരമായിട്ട് പോകുന്നു. ഇപ്പം വളരെ എന്താ പറയുക, നമ്മുടെ പ്രവൃത്തിയിലെല്ലാം നല്ല വിജയം ഉണ്ട്. പക്ഷെ ബാക്കി പുറമേ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും പിന്നെ അതുപോലെ പ്രകൃതിൻ്റെ കാര്യങ്ങളും ഒക്കെ വരുമ്പോഴാണ് ചെറിയ ബുദ്ധിമുട്ട് നേരിടല്. എത്ര സ്ഥലത്താണ് കൃഷി ഇറക്കുന്നത്? സ്വന്തമായിട്ട് 3 ഏക്കറേ ഉള്ളത്. പിന്നെ ചേച്ചിമാരാരും കൃഷിയിൽ താല്പര്യമില്ലാത്തവരാണ്. അപ്പം അവരെയൊക്കെ കൃഷിയിടങ്ങൾ വെറുതെ കിടക്കുകയാണ്. അപ്പം അതൊക്കെ ഏറ്റെടുത്ത് ഇപ്പോൾ ഒരു ഏകദേശം 10 ഏക്കറോളം കൃഷി സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. ഏത് വിത്തനങ്ങളാണ് ഇറക്കുന്നത്? വിത്തനങ്ങളെല്ലാം നാടൻ വിത്തനങ്ങൾ തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും 7 ഏക്കറോളം ചെയ്യുന്നത് ബ്ലാക്ക് റൈസ് എന്ന് പറഞ്ഞ കാലാമല്ലിഫൂൽ എന്ന് പറഞ്ഞൊരു ഇനാണ്. അത് അരിക്കും ഒരുവിധം നല്ല വിലയുള്ള ഒരു ഇതാണ്. പിന്നെ അതുമല്ല ഔഷധ ഗുണമുള്ളതാണ്. അതിന് കുറേയേറെ പ്രത്യേകതകൾ ഉണ്ടായ അരിക്ക്. അതിന് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു നെല്ലിനാണത്. പിന്നെ ഞവര, കല്ലടിയാര്, ജീരശാല, ഗന്ധശാല, കുള്ളൻതൊണ്ടി, അങ്ങനെ ഒരു 8 ഇനങ്ങളോളം ചെയ്യുന്നുണ്ട്. വ്യത്യസ്ത ഇനങ്ങളാണ് ഇറക്കുന്നത് അല്ലേ? വ്യത്യസ്ത ഇനങ്ങളാണ്. പിന്നെ ഗന്ധശാലയും ജീരശാലയും ഒക്കെ ഇവിടെയുള്ളവർക്ക് തന്നെ പ്രിയപ്പെട്ടതായതുകൊണ്ട് അത് ചെയ്യാനൊരു താല്പര്യവും. സാധാരണയായി പുരുഷന്മാര് കീഴടക്കി വെച്ചിരിക്കുന്ന മറ്റ് പല കൃഷി മേഖലകളിലേക്കും ഒക്കെ സ്ത്രീകൾ വരുന്നുണ്ടെങ്കിലും ഈ ഒരു നെൽകൃഷി മേഖലയിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾ പൊതുവെ കുറവാണല്ലോ. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ആദ്യം നേരിട്ട വെല്ലുവിളി എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുന്നതും അതിന് വേണ്ടിയിട്ടുള്ളൊരു എല്ലാ രീതിയിലും ആയിരിക്കുമല്ലോ. അത് നടക്കില്ല. അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പിന്നെ നല്ല രീതിയിൽ കൈകാലുകളൊക്കെ ശ്രദ്ധിച്ചിരുന്നാലും വയലിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഇറങ്ങണമല്ലോ, നമ്മളും കൂടെ ഇറങ്ങണമല്ലോ. അപ്പം അത് ശരിക്കും ആദ്യം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ അത് എന്താ പറയുക, അതിലേക്ക് അങ്ങ് അലിഞ്ഞ് ഇതിനെ
അതിനെക്കാട്ടും അത് പ്രാധാന്യമുള്ളത് കൊണ്ട് അതിലേക്ക് അഡ്ജസ്റ്റ് ആയി. പല സ്ത്രീകളും ഒന്നാമതായിട്ടുള്ള കാരണം അത് തന്നെയാണ്, കൈകാലുകൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടുപണി. ഏത് ജോലിക്കാണെങ്കിലും വീട്ടിൽ വന്ന വീട്ടുപണി അത് ലേഡീസിൻ്റെ കുത്തകയാണല്ലോ. അങ്ങനെയുള്ളൊരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ഈ പണിക്കാര കാര്യങ്ങളും പിന്നെ അതേപോലെ നമ്മൾ വയൽപ്പണി ചെയ്യുമ്പോൾ ആ കാര്യങ്ങളും രണ്ടും കൂടി കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതും പിന്നെ അവരെ പണിക്കിറക്കലും അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന അതേ ഡ്യൂട്ടിയിൽ ഭക്ഷണ കാര്യങ്ങൾ നോക്കലും അതിൻ്റെ കൂടെ മൃഗങ്ങളും കൂടി ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടി ആകുമ്പോൾ ഒരു എന്താ പറയുക വല്ലാത്തൊരു സ്ട്രഗിളാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ആദ്യകാലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി അല്ലേ? തീർച്ചയായും 2 വർഷത്തോളം അതിനെക്കുറിച്ച് എന്താ പറയുക തിരിച്ചു പോയാലോ എന്നുള്ള ചിന്ത വരെ വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം അന്ന് അച്ഛൻ ഉണ്ടായിരുന്നു ഇറങ്ങി തിരിച്ച സമയത്ത്. അപ്പം അച്ഛൻ പറയും സാറില്ല അതങ്ങനെ തന്നെയാണ്, പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെതായ ഇത് പഠിച്ചു വരണമല്ലോ. നമ്മൾ ഫസ്റ്റ്ലി ഇറങ്ങുമ്പോൾ നഷ്ടങ്ങൾ എന്തായാലും ഉണ്ടാവും. അത് നെൽകൃഷിയിൽ അച്ഛൻ പറഞ്ഞു തന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നഷ്ടവും താങ്ങാനുള്ളൊരു രീതിയിൽ വേണം ഇറങ്ങിത്തിരിക്കുക. എപ്പോഴും ലാഭം മാത്രം മുന്നിട്ട് കണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിക്കരുത്. അപ്പം നമുക്കത് താങ്ങാൻ പറ്റും. അപ്പോൾ 2 വർഷത്തോളം ശരിക്കും എനിക്ക് ഒരു ലാഭം എന്നല്ല നെല്ല് തന്നെ കിട്ടിയിട്ടില്ല ശരിയായ രീതിയിൽ. അപ്പം പിന്നോട്ട് നന്നായിട്ട് വലിച്ചിരുന്നു മാനസികമായിട്ടും. കാരണം ഇറക്ക് മുതൽ പോലും തിരിച്ചു കിട്ടാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് ഞാൻ കീസ്റ്റോണും പിന്നെ അതേപോലെ മാനുലേട്ടൻ്റെ നാട്ടറിവ് പഠന കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം കീസ്റ്റോൺ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു കീസ്റ്റോൺ ആയിരുന്നു. അവർ നല്ല രീതിയിൽ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് മാനന്തവാടി തന്നെ. അപ്പം അവർ വേണ്ട ഇതിനുള്ള ജൈവ രീതിയിൽ ചെയ്യാനുള്ള എല്ലാ അറിവുകളും അവിടുന്ന് ക്ലാസ്സായിട്ടും അതേപോലെ നാട്ടറിവ് പഠന കേന്ദ്രത്തിൽ പിന്നെ മാനുലേട്ടനാണെങ്കിലും നെല്ല് ചെയ്യുന്ന കാര്യങ്ങളും എന്ത് കാര്യത്തിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് അപ്പം ചോദിച്ചാൽ അപ്പം തന്നെ മറുപടി തരുന്ന രീതിയിൽ ഒരു സപ്പോർട്ടിങ്, ഭയങ്കര ഒരു സപ്പോർട്ടിങ് ആയിരുന്നു. അപ്പം അതൊക്കെ ആയപ്പം ശരിക്കും ഒരു തിരിച്ചുവരവിലേക്ക് തന്നെ ആയി. പിന്നെ എല്ലാത്തിനും ഇറങ്ങി പുറപ്പെടാനുള്ളൊരു ധൈര്യം വന്നു. അങ്ങനെയാണ് പൂർണ്ണമായിട്ട് ജൈവ കൃഷി തന്നെ ചെയ്യണം എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടെ ഇറങ്ങിയത്. അപ്പൊ ചേച്ചി വിവാഹ ശേഷമാണോ ഈ 9 വർഷമായി എന്ന് പറഞ്ഞല്ലോ, വിവാഹ ശേഷമാണോ ഈ നെൽകൃഷിയിലേക്ക് ഇറങ്ങിയത്? വിവാഹശേഷമാണ്. അതുമാത്രമല്ല കുട്ടികളൊക്കെ വളർന്നു വലുതായതിനു ശേഷമാണ്. പിന്നെ അച്ഛൻ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ മരിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നത് ഈ പറഞ്ഞ കീസ്റ്റോണുകാരും മാനുലേട്ടൻ്റെ നാട്ടറിവ് പഠന കേന്ദ്രമാണ്. അപ്പം ഏത് രീതിയിലാണെങ്കിലും നമുക്ക് പിന്നെ സംശയങ്ങൾ തീർക്കാനും അതേപോലെ നെല്ലിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോസസ്സിങ് വളരെ കൂടുതലാണല്ലോ. വേറെ ഉള്ളൊരു രീതി വെച്ച് നോക്കുമ്പോൾ വേറെ ചെടികൾ ഇപ്പോൾ കുരുമുളകാണെങ്കിലും കാപ്പി കൃഷിയാണെങ്കിലും ഒക്കെ ഒരു വിള നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ പരിചരിക്കേ വേണ്ടുള്ളൂ വർഷങ്ങളോളം. ഇതിന് അങ്ങനെയല്ല. വർഷാവർഷം നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കണം. അതിനനുസരിച്ച് ഭൂപ്രകൃതി മാറുന്നതിനനുസരിച്ച് നമ്മളും പരിതസ്ഥിതിയിലും നമ്മളും മാറണം. പുതിയ പിന്നെ കീടങ്ങൾ വരുന്നുണ്ട്, പുതിയ കളകൾ വരുന്നുണ്ട്. ഇതിനെയൊക്കെ നേരിടാൻ പഠിക്കണം. അതുമാത്രമല്ല ജൈവ രീതി ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ആദ്യം പ്രതിരോധിക്കാനാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് നമ്മളത് നശിപ്പിക്കാൻ ഉള്ളൊരു ഇതല്ല പറഞ്ഞിരുന്നത്. അതെങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പം അത് കേടുകൾ വരാതെ നോക്കണം. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡാണ് അതിൽ. അപ്പോൾ ഈ കുടുംബത്തിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് നന്നായിട്ടുണ്ടാണ്. സഹോദരങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചീന്റെ അച്ഛനായിരുന്നു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഫാമിലീന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു നെൽകൃഷിയിലേക്ക് ഇറങ്ങുന്നു എന്ന്? ഫാമിലീൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടുകുടുംബമായിരുന്നു. എൻ്റെ വീട്ടില് അച്ഛൻ, അമ്മ, അച്ഛൻ്റെ ഏട്ടൻ, അച്ഛൻ, അച്ഛമ്മ എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടുകുടുംബ സ്ഥിതിയായിരുന്നു. അപ്പൊ അതില് താല്പര്യമില്ലാത്തവര് താല്പര്യമുള്ളവർ എന്നുള്ളത് വേണ്ട, എന്തായാലും നടക്കും എന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ പിന്നീട് കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞാൽ ഈ നെൽകൃഷിയായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോയത്. അതുമാത്രമല്ല ഹസ്ബൻഡാണെങ്കിൽ ഓട്ടോമൊബൈൽ വർക്കിംഗ് അതുമായിട്ടാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അതായത് അതിലേക്ക് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും നീ എന്ത് വേണമെങ്കിൽ എന്താ വേണ്ടത് ചെയ്തോളൂ എന്നുള്ള ഫുൾ മൈൻഡ് സപ്പോർട്ട് തന്നു. അത്ര തന്നെ. മക്കളും സപ്പോർട്ടായിരുന്നു? മക്കളും സപ്പോർട്ടായിരുന്നു. പക്ഷെ പിന്നെ മകൻ എപ്പോഴും പറയും അമ്മ GST ഇല്ല അതുകൊണ്ട് നല്ലോണം ചെയ്തു അത് എന്ന് പറയില്ല. അപ്പോൾ GST ഇല്ലാത്തൊരു വിള നെൽകൃഷിയാണല്ലോ.
ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആദ്യം ആ ഭാഗത്തേക്ക് ഒരു എന്താ പറയുക, അവർക്ക് നെല്ല് ഏതാ ഇന ഏതാ ഒന്നും വലിയ ശ്രദ്ധയില്ലെങ്കിലും ഇപ്പോൾ അരി ഭക്ഷണ രീതിയും കൂടി നമ്മളിലേക്കും കൂടി അത് വന്നതുകൊണ്ട് എന്ത് അരിയാ, ചോറ് ഇതേതാ അല്ലെങ്കിൽ ഈ നെല്ല് ഇന ഏതാ എന്നൊക്കെ ഒന്ന് അറിയാനുള്ളൊരു താല്പര്യം ഉണ്ട്. അതുപോലെ ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോഴാണെങ്കിലും അവരെയും കൂട്ടി പോകാറുണ്ട്. അപ്പം ചെറിയ എനിക്ക് ഒരു ഇത് വന്നതുപോലെ അവർക്കും എവിടെയെങ്കിലും ഒരു സ്പാർക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പൊ ഇവിടെ വീടിനടുത്ത് തന്നെയാണോ പാടമൊക്കെ ഉള്ളത്? അതെ, തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ നേരിട്ട് ചെയ്യാൻ പാടത്തേക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഇവിടുന്ന് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കി പണിക്കാരടുത്തേക്ക് കൊണ്ടുപോവുക ചെയ്യും. ചേച്ചി ഈ നെൽകൃഷി ഇറക്കുന്ന അതിന്റെ സമയമൊക്കെ വരുമ്പം മുഴുവൻ സമയവും ഈ വയലിലേക്ക് ഇറങ്ങാറുണ്ടോ അതോ മേൽനോട്ടം കൊടുക്കാറാണോ? അല്ല, മുഴുവൻ സമയവും അവിടെ തന്നെയാണ്. ഒരു നല്ലൊരു ഭക്തിഗാനവും വെച്ച് വയലിലിങ്ങനെ നടക്കല്, അവിടെയുള്ളവർ അവരോട് ചോദിച്ചാൽ അറിയാം, ഇതിലേക്കൂടി ഇങ്ങനെ പാടത്തു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ബ്ലാക്ക് റൈസിന് വേര് ചെയ്യൽ എന്ന് പറഞ്ഞൊരു വല്ലാത്ത ഇത് ബാധിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം അതിനെ ഒരു മാസത്തോളം ശരിക്ക് കുഞ്ഞുമക്കളെ കെയറിങ് ചെയ്യുന്ന പോലെ, അതായത് എവിടെ എപ്പം തന്നെ ഈ 7 ഏക്കറിലേക്ക് ആകുമ്പോൾ നമ്മൾ എന്തായാലും നടന്ന് അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണമല്ലോ. അത് മാത്രമല്ല നമ്മൾ അതിനെ പ്രതിരോധിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എവിടെ എന്ത് വന്ന് അല്ലെങ്കിൽ ഏത് ഭാഗത്ത് അതിന് എന്തെങ്കിലും വെള്ളം കൂടുതലുള്ള അല്ലെങ്കിൽ കുറവുള്ള എന്നൊക്കെ നോക്കി അതെത്രയായാലും നമ്മൾ ഏൽപ്പിച്ചവർ ചെയ്യുന്നതിലേക്കാട്ടും ഒരു ഉത്തരവാദിത്വം നമ്മൾ കാണിച്ചാലേ അവർക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും ഏത് സമയം അവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ 8 ഇനങ്ങളോളം നെൽവിത്തുകൾ ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന നമ്മളുടെ വയനാട്ടിലെ മണ്ണിന് അനുയോജ്യമായിട്ടുള്ള ഒരു വിത്ത് എന്ന് തോന്നിയിട്ടുള്ളത് ഏതാണ്? ശരിക്കും കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാതെയുള്ള മഴയായിരുന്നല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന ബ്ലാക്ക് റൈസ് ശരിക്ക് പറയുകയാണെങ്കിൽ 3-1 വിളവേ തരുള്ളൂ. മറ്റിനങ്ങളെ വെച്ച് നോക്കുമ്പോൾ 3-1 വിളവേ ഉള്ളൂ. അതിന് റേറ്റ് ഉണ്ടെങ്കിലും വിളവ് കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം നിൽക്കാതെയുള്ള മഴ ആ ഒരു വിളവിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്തു. അതായത് അതിന് നല്ല ഗുണമുണ്ടായി. അതെൻ്റെ ആ കൃഷി ചെയ്തതിലുള്ള ഫസ്റ്റ് അനുഭവമാണ്. നല്ല രീതിയിൽ വിളവ് കിട്ടുകയും ചെയ്തു. അത് ശരിക്കും അതിന് വിളവ് കുറവാണ്. ഈ കഴിഞ്ഞ വർഷമാണ് വിളവ് കിട്ടിയത്. ബാക്കിയെല്ലാം നമ്മൾ അങ്ങോട്ട് ഏത് രീതിയിൽ അതിന് അടിവളം ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ പരിചരിക്കുന്നു അതുള്ള രീതിയിൽ ഏതിനാണെങ്കിലും നല്ല പ്രത്യുൽപാദനം തന്നെ ഉണ്ടാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. നെൽകൃഷിയിലേക്ക് ഇറങ്ങിയ കാലം മുതൽ ഇന്നിവിടെ 10 ഏക്കറോളം വരുന്ന പാടശേഖരത്തിന്റെ നട്ടെല്ലായി മാറിയതുവരെയുള്ള പ്രവീണയുടെ യാത്ര ഏതൊരു വ്യക്തിക്കും പ്രചോദനമാണ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറാതെ താൻ തെരഞ്ഞെടുത്ത വഴിയിൽ ഉറച്ചു നിൽക്കാൻ അവരെ പ്രാപ്തയാക്കിയത് കൃഷിയോടുള്ള അടങ്ങാത്ത സ്നേഹം മാത്രമാണ്. കൃഷിയെക്കുറിച്ചുള്ള പ്രവീണയുടെ ആദ്യകാല അനുഭവങ്ങളും ഈ മേഖലയിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങളുമാണ് നമ്മൾ കേട്ടത്. വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ ഇതേ സമയം അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗം കേൾക്കാം. നന്ദി, നമസ്കാരം. വയൽനാട് വയനാടിൻ്റെ കാർഷിക സ്പന്ദനങ്ങൾ.